സജി നന്ദിയാട്ട്, ദീദി പറഞ്ഞത് കേട്ടല്ലോ. IC ഒരു ഔദാര്യമല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, IC പ്രവർത്തിക്കുന്നതിന് അതിനൊരു കൃത്യമായ രൂപരേഖയുണ്ട്. ആ രൂപരേഖ അനുസരിച്ച് അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള വിഷയം. രണ്ടാമത്തേത്, നിങ്ങൾ IC പ്രകാരം എത്ര പേർക്കെതിരെ നടപടിയെടുത്തു, വല്ല കണക്കുണ്ടോ? ഒരൊറ്റ മിനിറ്റ് ദീദി അല്ല, ദീദി ഒന്ന് വിശദീകരിച്ച ശേഷം ഇപ്പൊ വരാം. പറഞ്ഞോളൂ ദീദി. ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതായത് ശ്രീ സജി നന്ദിയായിട്ട് സംസാരിക്കുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയെ പറ്റിയും അവര് ഉറപ്പ് വരുത്തേണ്ടത് എല്ലാ പ്രൊഡക്ഷൻ ഹൗസിലും IC ഉണ്ടോ എന്നുമാണ്. മോണിറ്ററിംഗ് കമ്മിറ്റി IC അല്ല. മോണിറ്ററിംഗ് കമ്മിറ്റി നോക്കേണ്ടത്, മോണിറ്റർ ചെയ്യേണ്ടത് IC എല്ലാം കൃത്യമായി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരി, ചോദിച്ചാൽ ഒരു ചെറിയ കറക്ഷൻ അതാണ്. ശരി ശരി സജി പറഞ്ഞോളൂ. സ്മൃതി, ഇതിനകത്ത് ഇപ്പൊ ദീദി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് മോണിറ്റർ ചെയ്യുക, IC ഉണ്ടാക്കുക എന്നുള്ള തരത്തിലേക്ക് ചർച്ച പോകുന്നു. തെറ്റാണത്. കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് ഏൽപ്പിച്ചിരിക്കുന്നത് വനിതാ കമ്മീഷൻ. ഏൽപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. പറയട്ടെ. ഇതിനകത്ത് 7 സംഘടനകളുടെ മെമ്പർമാർ കൂടുന്നതാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റി. ഇതിൽ ഈ ദീദി പറയുന്ന WCC ഉണ്ട്. ദീദിയെ ഉൾക്കൊള്ളുന്ന WCCയിലെ അംഗങ്ങളും ഇവിടെ ഉണ്ട്. അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങൾ മാത്രമല്ല, 7 സംഘടനകളുടെ 3 പേര് വെച്ച് 21 പേര് കൂടുന്ന മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി. ചേംബർ എക്സിക്യൂട്ടീവായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അത് പ്രവർത്തിക്കുമ്പം ഇതേ ദീദിയുടെ WCC എന്ന് പറയുന്ന സംഘടനയുടെ 3 അംഗങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അവരൂടെ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരാണ്. അവർ ഞങ്ങളോട് ചോദിക്കുക. ഞങ്ങൾ എല്ലാ തരത്തിലും ദീദി അവരോട് കുറഞ്ഞ പക്ഷം ചോദിക്കണം. ഇന്നലെ അവർ ഇതിനകത്ത് ഇടപെട്ടു. ഞങ്ങളെല്ലാം ഒരു മനസ്സോടെ ഇതിനകത്ത് പെരുമാറുന്നവരാണ്. ഞങ്ങൾക്ക് ആർക്കും ഒന്നും മറയ്ക്കാനില്ല. ഞങ്ങൾക്ക് സുതാര്യമായി കാര്യങ്ങൾ പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. കുറ്റപ്പെടുത്താൻ മാത്രം ദയവ് ചെയ്ത് ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഞങ്ങൾക്ക് ആരോടും പ്രതിഷേധമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഇത് ഏൽക്കേണ്ട കാര്യമുള്ളതല്ല, മറിച്ച് ഞങ്ങൾക്ക് ഇത് സന്തോഷത്തോടെ ഏറ്റതാണ്. ഞങ്ങളിത് ചെയ്യാം. ലോ ആൻഡ് ഓർഡർ ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ സന്തോഷത്തോടെ ഏൽക്കുകയും 7 സംഘടനകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത് ഞങ്ങളാലാവുന്ന തരത്തിൽ, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളാലാവുന്ന തരത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കുറഞ്ഞ പക്ഷം ദീദി WCCയിലെ അംഗങ്ങൾ അവിടെയുണ്ട്. അവരോട് ചോദിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കണം. ഒറ്റ ചോദ്യം കൂടി ശ്രീ സജി നന്ദിയാട്ട. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം, ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സിനിമകൾ പൂർത്തിയാക്കട്ടെ, അതിനുശേഷം ഈ മലയാള സിനിമയിൽ ഷൈൻ ടോം ചാക്കോ വേണ്ട. ഇതാണോ നിങ്ങൾ ഇതിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു പരിഹാരം? അല്ല, അതിനകത്ത് സംഘടനകളുടെ ചെയർമാനും ഞങ്ങളുടെ കമ്മിറ്റി എല്ലാം കൂടെ ഈ പറഞ്ഞ തിങ്കളാഴ്ച 3 മണിക്ക് 21-ാം തീയതി കൂടുന്നുണ്ടല്ലോ. നാളെ ദുഃഖവെള്ളിയാഴ്ചയാണ്. ഇത് ഈ കഷ്ടാനുവാഴ്ച ആയതുകൊണ്ട് അതിന്റെ ചില പരിമിതികളുണ്ട്. അപ്പോൾ ഞങ്ങൾ വിവിധ പ്രദേശങ്ങളിലുള്ളവരാണ്, വിവിധ ജില്ലകളിലുള്ളവർ നാളെ തിങ്കളാഴ്ച ഒത്തുകൂടി ഈ കാര്യത്തിൽ ഗൗരവമായി ഇത് ചർച്ച ചെയ്യും. ഒരു സംശയവും വേണ്ട. ആ കാര്യത്തിൽ ഗൗരവമായി ചർച്ച ചെയ്ത് എന്ത് നടപടി എടുക്കണം എന്നതിനെക്കുറിച്ച് സംഘടനാപരമായി നിയമപരമായി നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. അത് എക്സിക്യൂട്ടീവിന് ജുഡീഷ്യറിക്കും ലെജിസ്ലേച്ചറിനും മാത്രമേ അവകാശമുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾ അതിനകത്ത് നടപടിയെടുക്കും. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങളുടെ ചേംബറിന്റെ പ്രസിഡന്റ് BR ജയിക്കും. ഞങ്ങളുടെ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ശ്രീ G സുരേഷ് കുമാറാണ്. ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഉൾപ്പെടുന്ന 21 അംഗ കമ്മിറ്റി. ഞാൻ ഇപ്പം ശ്രുതിയോട് പറയുന്നു, വളരെ കൃത്യമായ നടപടി ഉണ്ടാകും. അത് എന്ത് നടപടിയാണെന്നതിനെ കുറിച്ച് നിങ്ങൾ കാത്തിരുന്ന് കാണേണ്ട അധികം ദിവസമൊന്നും വേണ്ട. ബുധനാഴ്ച 3 മണി കഴിയുമ്പോൾ 4 മണിയോടുകൂടി അത് നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ എന്തായാലും ഇത് വെച്ച് പറപ്പിക്കാനാവില്ല എന്നാണ് എന്റെ അഭിപ്രായം. ആസ് എ ജനറൽ സെക്രട്ടറി ഓഫ് ഫിലിം ചേംബർ എന്റെ അഭിപ്രായം തന്നെയാണ്. ഇത് ശുദ്ധീകരണം നടത്തണം. ഇതിപ്പോൾ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന നടപടി എന്ന് പറഞ്ഞു. അതല്ലാതെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ മലയാള സിനിമാ മേഖലയിൽ നിങ്ങൾ എന്തൊക്കെ മുൻകരുതലെടുക്കുന്നു, സെറ്റുകളിൽ ഈ തരത്തിൽ ലഹരി എത്താതിരിക്കാൻ എന്ത് നടപടിയെടുക്കുന്നു, അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നതിന്റെ സൂചനയായി കൂടി ഈ സംഭവത്തെ കാണേണ്ടി വരും. ഇല്ല, മാക്സിമം ലഹരി എന്ന് പറയുന്ന കാര്യങ്ങൾ ഓരോ ലൊക്കേഷൻ തുടങ്ങിയ പ്രൊഡ്യൂസർ ഉൾപ്പെടുന്നവർ ഇതേക്കുറിച്ച് അവബോധം നടത്താറുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളാലാവുന്നതിൽ അവർ പറഞ്ഞു കൊടുക്കാറുണ്ട്. മറിച്ച് എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാത്ത ചിലരുണ്ട്. കാരണം ഞാൻ പറയല്ലോ, ഇത് 10,000-കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയല്ലേ. വ്യത്യസ്ത സ്വഭാവമുള്ളവരല്ലേ വരുന്നത്. പലർക്കും പലതരത്തിലുള്ള സ്വഭാവ സവിശേഷത ഉള്ളവരുടെ ഒരു കൂട്ടായ്മ ഇത്. അതിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവും.
എന്നാലും എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് സമാധാനപരമായി നല്ലൊരു ഇൻഡസ്ട്രി ആക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. പോലീസ് എക്സൈസിന് സഹകരണം ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ലൊക്കേഷനിൽ കയറണം, ചെക്ക് ചെയ്യണം. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങളുടെ മടിയിൽ കനമില്ല. ഞങ്ങൾക്ക് കാര്യങ്ങൾ നന്നായി പോകാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പരിമിതികൾ, ഞങ്ങളുടെ നല്ല ഉദ്ദേശം മനസ്സിലാക്കി വിമർശനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഒരു തെറ്റും വരാതെ നോക്കാൻ മാക്സിമം ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണം. താങ്ക് യു. ശരി, വളരെ നന്ദി. സജി നന്ദിയാട്ട, ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.